ഇന്ത്യ മഹാരാജ്യം കാത്തിരിക്കുന്നത് ഒരു വൻ ദുരന്തത്തെയാണ്. ഏകദേശം 6 ജില്ലകളെ ബാധിക്കുന്ന ഈ ദുരന്തം കാത്തു നിൽക്കുന്നത് നമ്മുടെ ഈ കേരളത്തിലാണ്. ആ ദുരന്തം മറ്റൊന്നുമല്ല, ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാമാണ് ആ വൻ ദുരന്തം. അതെ, ഏകദേശം 3.5 കോടി ജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുകയാണ് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാം. 50 വർഷം മാത്രം കാലാവധിയുള്ള ഈ ഡാം 129 വർഷമായി നിലകൊള്ളുന്നു. ഇതിനോടകം പരിശോധന നടത്തിയ എല്ലാ അന്വേഷണ സംഘങ്ങളും പറയുന്നത് ഒരേ ഒരു വാചകമാണ്, ഒരേ ഒരു കാര്യമാണ്: ഈ ഡാം സുരക്ഷിതമല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ടെക്നിക്കൽ റിസർച്ച് സെന്ററുകളായ IIT റൂർക്കി, IIT ഡൽഹി, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ! ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു, ഈ ഡാം സുരക്ഷിതമല്ല. ഇതിൽ IIT റൂർക്കിയുടെ പഠന റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്, റിക്ടർ സ്കെയിലിൽ 6.5 തീവ്രത രേഖപ്പെടുത്തിയാൽ ഏത് നിമിഷവും ഈ ഡാം തകരാൻ വലിയൊരു ഭീതിയിലേക്ക് കേരള ജനത പോകും എന്ന് പ്രത്യേകം പറയുന്നു. മുല്ലപ്പെരിയാർ ഡാം നിലവിൽ സ്ഥിതി ചെയ്യുന്ന ഏരിയ എർത്തുക്വേക്ക് സോൺ 3 മേഖലയാണ്. അതുകൊണ്ട് ഭൂകമ്പ സാധ്യത ഏറ്റവും കൂടുതലുള്ള സോണാണിത്. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ പ്രധാനമായും 3 ഡാമുകളെയാണ് അത് ബാധിക്കുന്നത്. ഒന്ന് ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം. ഇടുക്കി ഡാം എന്ന് പറയുന്നത് ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ്. എന്നിരുന്നാലും ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തൊട്ടു താഴെയാണ്. അതാണ് ഏറ്റവും കൂടുതലൊരു ഭീതി പടരാനും ഉള്ള സാധ്യതയും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ആശങ്കപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയും അതാണ്. നമ്മുടെ ഈ ഇന്ത്യയിൽ ഡാം തകർന്ന മുൻപുള്ള ഒരു ചരിത്രം അത് എടുത്തു നോക്കുകയാണെങ്കിൽ 1979 ഗുജറാത്തിലെ മോർബി ഡാം തകർന്ന് 25,000 പേരാണ് മരണപ്പെട്ടത്. അതെ, അതിൻ്റെ ആ ഒരു ഭീകരാവസ്ഥ എന്ന് പറയുന്നത് തന്നെ അതിഭയാനകമാണ്. നമുക്കതിൻ്റെ വിഷ്വലിലേക്കൊന്ന് പോകാം. വാസ്തവത്തിൽ ഒരു വലിയ ദുരന്തം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ രാജ്യത്ത് ബാധിക്കാം. അതാണ് മുല്ലപ്പെരിയാർ ഡാം. നമ്മുടെ രാജ്യത്തെ പല നേതാക്കന്മാരും പാർട്ടികളും രാഷ്ട്രീയം കളിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നോരോന്ന് പറയുന്നു. അതിന് ബലിയാടായിട്ട് നിൽക്കുന്ന നമ്മളെപ്പോലുള്ള പാവം ജനങ്ങളാണ്. മുല്ലപ്പെരിയാർ ഡാം നിലവിൽ ഏറ്റവും വലിയൊരു പ്രശ്നത്തിലാണ്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള പ്രശ്നം. അതിന്റെ ചരിത്രം നാം ഏവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. 1890 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടം. ഈ പ്രദേശം മുഴുവൻ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു. ആ സമയമാണ് ഈ പ്രദേശത്തെ ചില ജില്ലകളിൽ വരൾച്ച ഉണ്ടാകുന്നത്. തേനി, ദിണ്ടുക്കൽ, മധുര, ശിവഗംഗ, രാമനാഥപുരം എന്നീ ജില്ലകളിലാണ് അതിഭയാനകമായ വരൾച്ച ഉണ്ടായത്. ഈ സമയം അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ദിനം പ്രതി വഷളായിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ അവസ്ഥയിൽ വെള്ളമില്ലാത്ത ഒരു അവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു അവസ്ഥയിൽ തമിഴ്നാട്ടിലെ ഈ ഇത്രയും ജില്ലകളിലേക്ക് ജലം ആവശ്യമാണ്. എന്തു ചെയ്യും? അങ്ങനെ ആ ഒരു സമയത്താണ് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ ആ സെക്രട്ടറി ഒരു കണ്ടുപിടിച്ചത്. മറ്റൊന്നുമല്ല, കേരളത്തിലെ റിസർവ് മേഖലയായ, പ്രത്യേകിച്ച് പെരിയാർ ടൈഗർ റിസർവ് മേഖലയായ ആ ഒരു വനപ്രദേശത്ത് മുല്ലയാറും പെരിയാറും എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. അത് കെട്ടി നിർത്തി അവിടുന്ന് നമുക്ക് ജലം തമിഴ്നാട്ടിലേക്ക് എടുക്കാം എന്നാണ് അവരുടെ ഒരു പ്ലാന്. അതിൽ പ്രകാരം, അതായത് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ രാജാവ് ശ്രീമൂലം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന രാജാവും കൂടെ ഒരു കരാർ ഉണ്ടാക്കുകയാണ്. ആ കരാറാണ് പാട്ടക്കരാർ. 999 വർഷത്തേനാണ് ആ കരാർ. ഇതുമൂലം നമുക്ക് നഷ്ടമായത്, കേരളത്തിലെ ജനങ്ങൾക്ക് നഷ്ടമായത് വലിയൊരു ആവാസ വ്യവസ്ഥയാണ്. ഈ മുല്ലപ്പെരിയാർ ഡാം നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിന് പുറകിലോട്ടുള്ള എല്ലാ വനമേഖലയിലും വെള്ളത്തിനടിയിലായി. അത്രയും വലിയൊരു റിസർവ്, പെരിയാർ ടൈഗർ റിസർവ് എന്ന് നമ്മൾ ഇന്നറിയപ്പെടുന്ന ആ വനമേഖല വെള്ളത്തിനടിയിലായി. എത്രയോ ഏക്കറുകൾ. അവിടുത്തെ മരങ്ങൾ, അവിടുത്തെ പക്ഷികൾ, അവിടുത്തെ മൃഗങ്ങൾ, ഈ ആവാസ വ്യവസ്ഥ
തകിടം മറിഞ്ഞതോടെ നമ്മുടെ നാടിനെയും അത് വലിയ രീതിയിൽ ബാധിച്ചു. അങ്ങനെ ഇരിക്കെയാണ് 1979 ഗുജറാത്തിലെ മോർബി ഡാം തകർന്നത്. ആ സമയം തമിഴ്നാട്ടിലെയും കേരളത്തിലെയും എല്ലാവർക്കും ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ അതേ വർഷം തന്നെ 1979 തമിഴ്നാട് അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഡാമിനെ സ്ട്രോങ് ആക്കുന്നു. ഈ സ്ട്രോങ് ആക്കിയതിന് ശേഷം 9 വർഷങ്ങൾക്ക് ശേഷം ഈ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് റിക്ടർ സ്കെയിലിൽ 4.2 ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ ഒരു അളവിൽ എർത്ത് ഉണ്ടാകുന്നു. വീണ്ടും ഈ ഡാം എന്ന് പറയുന്ന ഒരു വലിയൊരു പേടി സ്വപ്നമായി മാറുന്നു. അതേ തുടർന്ന് പിന്നെ കേരളത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഡാമിലെ ജലനിരപ്പ് കുറയ്ക്കണം, എന്നാൽ തമിഴ്നാട് പറയുന്നു ഡാമിലെ ജലനിരപ്പ് കൂട്ടണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഉടലെടുക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഈ പാട്ടക്കരാറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എന്നിരുന്നാലും ഇപ്പം ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുകയാണ്. നിങ്ങളെല്ലാം കേട്ടറിഞ്ഞു കാണും, നമ്മുടെ പ്രത്യേകിച്ച് ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ? മുല്ലപ്പെരിയാറിലും അതുപോലെ തന്നെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ജല കമ്മീഷൻ ഒരു റിപ്പോർട്ട് അല്ലേ ഇതിനെപ്പറ്റി പുറത്തിറക്കിയത്. എന്താണത്? ഒരു വർഷം കൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളതാണ്. ഒരു വർഷം കൊണ്ട് ഇതിനെപ്പറ്റി പഠിച്ചിട്ട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് കൈമാറണമെന്ന്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ഇടുക്കിയിലുള്ള ജനങ്ങൾക്ക് അതിൻ്റെ ആ ഒരു തീവ്രത, അതിൻ്റെ ആ ഒരു നന്നായിട്ട് അറിയാം നമുക്ക്. കാരണം ഒരു വർഷം വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് സാധ്യമായ ഒരു കാര്യമല്ല. ഇത് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലല്ല. ഓരോ പ്രാവശ്യം മാറി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈയിടെ ഒരു തൊട്ട് മുൻപ് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇടുക്കിയിൽ മഴയില്ല, ശാന്തമായി, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. വീണ്ടും കനത്ത മഴയിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഭയങ്കര പാനിക്കാണ്, എന്താ പറയുക, അതുപോലെ ആശങ്കയിലാണ് ഇതെന്താകും എന്നുള്ളൊരവസ്ഥയിൽ. അപ്പം നമുക്ക് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്, അതായത് ഒരു വർഷം കൊണ്ട് പഠിച്ചിട്ട് ഈ ഡാമിനെ പറ്റി പഠിച്ചിട്ട് റിപ്പോർട്ട് നൽകുക എന്ന് പറയുന്നത് അത് ഒരുപാട് കാലതാമസമാണ്. ഈ ഒരു വർഷം തന്നെ ഈ ഡാം നിൽക്കുമോ എന്നുള്ള കാര്യത്തിലാണ്. ഇനിയിപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞെന്നിരിക്കട്ടെ, എന്നാലും ഇവർ അടുത്ത പഠനവുമായിട്ട് വരും. ഈ പഠനമല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായൊരു കാര്യം. എന്തായാലും ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ രാഷ്ട്രീയ കളികൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അത് ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, എന്ത് കളികളും കളിച്ചാലും ഇതിനെല്ലാം ബലിയാടായി വരുന്നത് പാവം ജനങ്ങളാണ്. പാവം ജനങ്ങളാണ്.